കോട്ടയം എരുമേലിയിൽ നിന്നും 6 വർഷത്തോളം മുമ്പ് കാണാതായ ജസ്ന മരിയ ജെയിംസിന് എന്താണ് സംഭവിച്ചത്? ഏറെ കോളിളക്കമുണ്ടാക്കിയ തിരോധാന കേസിൽ കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലാകെ അന്വേഷണ സംഘം ജസ്നയ്ക്കായി അരിച്ചുപെറുക്കിയിരുന്നു. മുണ്ടക്കയം ഏന്തയാറിൽ പിതാവ് ജെയിംസ് നിർമ്മിച്ചിരുന്ന കെട്ടിടത്തിലും വിശദമായ പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളും ലക്ഷക്കണക്കിന് ഫോൺ കോളുകളും പരിശോധിച്ചു. വിദേശ രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് പുറത്തിറക്കി. എന്നാൽ ഒരു തുമ്പും കിട്ടിയില്ല. ജസ്ന തിരോധാന കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുത്തപ്പോൾ ഏറെ പ്രതീക്ഷയിലായിരുന്നു മലയാളികൾ. എന്നാൽ നേരറിയാനാവാതെ CBIയും അന്വേഷണം അവസാനിപ്പിക്കുകയാണ്. ഈ വാർത്തയാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. കാഞ്ഞിരപ്പള്ളി SB കോളേജിൽ 2ാം വർഷം ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് ജസ്ന മരിയ ജെയിംസിനെ കാണാതാകുന്നത്. 2018 മാർച്ച് 22-ന് എരുമേലിയിൽ നിന്നും മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകും വഴിയായിരുന്നു തിരോധാനം. ഈ കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് CBI തിരുവനന്തപുരം CBI കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് നൽകി. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്താനായിട്ടില്ല. തിരോധാനം സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ അന്വേഷണം തുടരാമെന്നും CBI കോടതിയെ അറിയിച്ചു. റിപ്പോർട്ട് കോടതി അംഗീകരിക്കുമോ അതോ അന്വേഷണം തുടരാൻ ആവശ്യപ്പെടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കേസുകളിലൊന്ന് ജസ്നയുടെ തിരോധാനം. സംഭവം നടന്ന് 5 വർഷങ്ങൾക്കിപ്പുറം CBIക്കും ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ല. 2018 മാർച്ച് 24-നാണ് ജസ്നയെ കാണാതാകുന്നത്. എരുമേലിയിലെ വീട്ടിൽ നിന്ന് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു. എരുമേലിയിൽ നിന്ന് മുക്കൂട്ടുതറ വരെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചു. അവിടെ നിന്ന് എരുമേലി വഴി തന്നെ മുണ്ടക്കയത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയതിനും തെളിവുകൾ ലഭിച്ചു. പക്ഷേ ബന്ധുവീട്ടിലെത്തിയില്ല. പിന്നീട് ജസ്ന എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ആദ്യം ലോക്കൽ പോലീസിന്റെ അന്വേഷണം തണുപ്പൻ മട്ടിലായിരുന്നു. പിതാവും സഹോദരനും വീട്ടിൽ നിന്ന് പോയ ശേഷമാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് കണ്ടെത്തി. ജസ്ന പരീക്ഷ എഴുതിയില്ല എന്ന് മനസ്സിലായതോടെയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ജസ്ന. മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചു. പ്രണയമോ ആഴത്തിലുള്ള മറ്റ് സൗഹൃദങ്ങളോ ഇല്ല എന്ന് വ്യക്തമായി. അടുത്ത കൂട്ടുകാരില്ലാത്ത ജസ്ന ആരോടും അധികം ഇടപഴകാത്ത സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാതായതോടെ ബന്ധുക്കളും നാട്ടുകാരും പ്രക്ഷോഭവുമായി നിരത്തിലേക്കെത്തി. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. ഇടുക്കി, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേകം സംഘങ്ങൾ ജസ്നയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി. വിവരശേഖരണ പെട്ടികൾ സ്ഥാപിച്ചു. ജസ്നയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അക്കാര്യം ഈ പെട്ടികളിൽ നിക്ഷേപിക്കണമെന്നതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നിർദ്ദേശം. 10,000-ത്തിലധികം ഫോൺ കോളുകളും പരിശോധിച്ചു. ജസ്നയെ കൊന്ന് കുഴിച്ചുമൂടി എന്ന സംശയത്തെ തുടർന്ന് പല സ്ഥലങ്ങളിലായി മണ്ണെടുത്ത് പരിശോധന നടത്തി. എന്നാൽ ജസ്നയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനുമായില്ല. തുടർന്ന് 2021-ൽ ഹൈക്കോടതിയാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. CBIയും കൊണ്ടുപിടിച്ച അന്വേഷണം നടത്തി. ജസ്ന സിറിയയിലേക്ക് പോയെന്നും അവിടെ 2 കുട്ടികളുടെ അമ്മയായെന്നും ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. എന്നാൽ CBI ഇത് പിന്നീട് നിഷേധിച്ചു. മുംബൈയിലും ബാംഗ്ലൂരും ചെന്നൈയിലും CBI അന്വേഷണം നടത്തി. അന്തർ സംസ്ഥാന ബന്ധമുള്ള ചിലരാണ് തിരോധാനത്തിന് പിന്നിലെന്ന സംശയം ഉയർന്നതിനെ തുടർന്നാണ് CBI ആ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയത്. ചില മതപഠനശാലകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിച്ചു. ഏറ്റവും ഒടുവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പോക്സോ തടവുകാരന്റെ മൊഴി കേന്ദ്രീകരിച്ചും CBI അന്വേഷണം നടത്തി. തന്നോടൊപ്പം ജയിലിലുണ്ടായിരുന്ന മറ്റൊരാൾ ജസ്നയെക്കുറിച്ച് പറഞ്ഞുവെന്നും ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ഈ വ്യക്തിക്ക് അറിയാമെന്നുമായിരുന്നു പോക്സോ തടവുകാരൻ നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മോഷണക്കേസിൽ നേരത്തെ ശിക്ഷിക്കപ്പെട്ട് പുറത്തിറങ്ങിയ ആളെയും CBI ചോദ്യം ചെയ്തു. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഏറ്റവും ഒടുവിലാണ് ജസ്ന കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ച് CBI കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ദുരൂഹതയായി, നൊമ്പരമായി ജസ്നയുടെ തിരോധാനം അവശേഷിക്കുന്നു.